ഞാൻ വരുന്ന നാട്ടിലൊക്കെ പൊതുവിൽ കാണുന്നത് എല്ലായിടത്തും ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് ഉള്ളത്, സ്വീകാര്യതയുള്ളത് ശ്രീമദ് ഭാഗവതത്തിനാണ്. ഏത് ക്ഷേത്രം നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, അവിടെയൊക്കെ തന്നെ വർഷത്തിലൊരിക്കൽ വൈശാഖത്തിലോ ഏതെങ്കിലും ഒരു സമയത്തോ ശ്രീമദ് ഭാഗവത സപ്താഹം നടക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൽ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്ഷേത്രം ചിലപ്പോൾ ദേവിയുടെ ആയിരിക്കും, ആ ക്ഷേത്രം ചിലപ്പോൾ മഹാദേവൻ്റെ ആയിരിക്കും, ആ ക്ഷേത്രം ചിലപ്പോൾ അയ്യപ്പസ്വാമിയുടെ ആയിരിക്കും. അവിടെ ഭാഗവതം വായിച്ച് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല, നോ ഇഷ്യൂസ്. ഭഗവാൻ അത്ര കണ്ട് സന്തോഷിക്കും. ആര്? ഇപ്പം ഇവിടെ ഭഗവത് സപ്താഹം നടത്തിക്കൂ, ഭഗവാൻ എത്രയോ സന്തോഷിക്കും, മഹാദേവൻ. കാരണം ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ വൈഷ്ണവനാണ് ശിവൻ. ഭഗവാൻ സദാ ധ്യാനിക്കുന്നത് ഗുരുവായൂരപ്പനെയാണെന്നൊരു വിശ്വാസമുണ്ട്. തിരിച്ച് ഗുരുവായൂരപ്പൻ യോഗനിദ്രയിൽ ആ അനന്തന്റെ പുറത്ത് ഇങ്ങനെ കിടന്ന് ധ്യാനിക്കുന്നത് തിരിച്ച് മഹാദേവനെയാണെന്ന് വിശ്വാസമുണ്ട്. അപ്പോൾ ഭഗവാന്റെ കഥ, മഹാവിഷ്ണുവിൻ്റെ കഥ ശിവന്റെ സന്നിധിയിൽ വെച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും കൈലാസനാഥനായിട്ടുള്ള ഭഗവാൻ സന്തോഷിക്കും, ഒരു തർക്കമില്ല. പക്ഷേ ഭഗവാൻ സന്തോഷിക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല ഇത്തരത്തിലുള്ള യജ്ഞങ്ങൾ നടത്തുന്നതിലൂടെ സംഘാടകരും യജ്ഞം നടത്തുന്ന ആൾക്കാരും ഉദ്ദേശിക്കുന്നത്. രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്, ആ ക്ഷേത്രത്തിലെ ചൈതന്യം വർദ്ധിക്കണം. അല്ലേ? നമ്മൾ ഇവിടെ വന്ന് മഹാദേവനോട് ഭഗവാനെ എൻ്റെ കുട്ടിക്ക് ജോലി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഒരു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ അപ്പോയിൻമെൻ്റ് ഓർഡർ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഭഗവാനുള്ള അനുഗ്രഹ ശക്തി, ചൈതന്യം അത്രത്തോളം കൂടുതലായിരിക്കണം. അങ്ങനെ കൂടുതലായിരിക്കണമെങ്കിൽ ഒരു വ്യവസ്ഥയുള്ളൂ, ആ മൂർത്തിയെക്കുറിച്ചുള്ള ഗ്രന്ഥമായിരിക്കണം ആ ക്ഷേത്രത്തിൽ ആദ്യം പാരായണം ചെയ്യേണ്ടത്. അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യാൻ ഉത്തമമായിട്ടുള്ള ഗ്രന്ഥം ശ്രീമദ് മഹാശിവപുരാണം തന്നെയാണ്. എന്ന് വെച്ച് ഭാഗവതം തെറ്റാണെന്നല്ല, ഭഗവാൻ സന്തോഷിക്കും. സന്തോഷം വേറെ, ചൈതന്യം വേറെ, രണ്ടും രണ്ടെണ്ണമാണ്. നമുക്ക് ആരോഗ്യം ഉണ്ടാവണമെന്ന് നമുക്ക് ഇഷ്ടമുള്ളതും രണ്ടെണ്ണമല്ലേ? ഇപ്പം എനിക്ക് ലഡ്ഡു ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ പാൽപ്പായസം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുടിച്ചിട്ട് ഇപ്പം എൻ്റെ അവസ്ഥ ഏകദേശം ഇപ്പം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇനിയും കൂടുകയോ കുറയോ എന്നുള്ളതാണ്. ഇഷ്ടം വേറെ, ഹിതം വേറെ, രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇരിക്കുന്ന മഹാദേവന്റെ ചൈതന്യം കൂടണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ സന്തോഷിക്കുകയല്ല വേണ്ടത്, ഭഗവാന്റെ ഉള്ളിലേക്ക് മന്ദരൂപത്തിലുള്ള ആ ശബ്ദം ഭഗവാന്റെ വിഗ്രഹം ആഗിരണം ചെയ്യണം. അതിന് ശിവപുരാണം തന്നെയാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹം ഇനി നടക്കട്ടെ, തീർച്ചയായിട്ടും നടക്കണം. എൻ്റെ ഗുരുവായൂരപ്പൻ്റെ കഥ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നത് എനിക്ക് എത്രത്തോളം സന്തോഷമുള്ള കാര്യമാണെന്ന് ഞാൻ പറയാത്തത് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ ആദ്യം ഇവിടെ നടക്കേണ്ടത് ശിവപുരാണം തന്നെയാണ്. അത് കൃത്യമായിട്ട് ഇവിടെ നടന്നു വരുന്നു. അതിന് തയ്യാറായിട്ടുള്ള ഇവിടുത്തെ സംഘാടകരെ ഞാൻ ഒരിക്കൽ കൂടി പ്രമാണിപ്പിക്കുന്നു. നല്ല കാര്യമാണ് ചെയ്തത്, വളരെ നല്ല കാര്യം. ഇനി ഭാഗവതം ഇനിയിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത വർഷം ഭാഗവതം നടത്താം. അയ്യോ, ചൈതന്യം കുറഞ്ഞു പോവോ? അങ്ങനെ കരുതണ്ട. ഒരു തവണ ആ മൂർത്തിയുടെ ഗ്രന്ഥം, ആ മൂർത്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആധ്യാത്മിക ഗ്രന്ഥം നിങ്ങളിവിടെ പാരായണം ചെയ്തോ മതി. ഇനി നിങ്ങൾക്ക് ആവശ്യം പോലെ ആവാം, പക്ഷെ ഭഗവാനെ മറന്നു പോകരുത്. കാരണം ഞാനിത് പറയാൻ കാരണം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാട് ഏറ്റവും അധികം ഈ മൂർത്തികളുടെ വലിപ്പച്ചെറുപ്പം നോക്കി നമ്മൾ തന്നെ നമ്മുടെ ധർമ്മത്തെ പുറകോട്ട് കൊണ്ടുപോകുന്നൊരു സമയമാണ്. അതിലേറ്റവും കൂടുതൽ കാണുന്ന ഒരു രീതി, പുതിയ ഭക്തി പ്രസ്ഥാനക്കാരുടെ വരവോടുകൂടി ശിവനാണോ വലുത്, വിഷ്ണു ആണോ വലുത് എന്നുള്ള തർക്കം എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. ചില ആൾക്കാർ പറയും, ഓ എൻ്റെ ഗുരുവായൂരപ്പനാണ് ഏറ്റവും വലുത്, ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചില ആൾക്കാർ, ഓ ഗുരുവായൂരപ്പൻ മഹാദേവൻ എന്നാണ് വിളിക്കുന്നത് ചെയ്യുക, അതിൻ്റെ മുകളിലൊരു ദേവനില്ല, മഹാദേവൻ മതി. ഇങ്ങനെ മൂർത്തികളുടെ പേര് പറഞ്ഞ് പണ്ട് ഉണ്ടായിരുന്നത് പോലെ രീതിയിലേക്ക് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇന്ന് വിളിക്കുന്ന ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന എല്ലാ ഈശ്വരന്മാരെയും ആരാധിക്കുന്ന ഈ ധർമ്മമൊക്കെ ഈ രീതിയിലായിട്ട് വളരെ ചുരുക്കം കാലമായിട്ടുള്ളൂ. മനസ്സിലാക്കണം നിങ്ങൾ. പണ്ട് കാലത്ത് ശിവൻ ഒരു മതം, വിഷ്ണുവിന് അവരുടെ ഒരു മതം, വൈഷ്ണവ മതം, ശാക്തേയർക്ക് ദേവിയെ ഉപാസിക്കുന്നവർക്ക് അവർക്കൊരു മതം, സുബ്രഹ്മണ്യനെ ഉപാസിക്കുന്നവർക്ക് കൗമാരൻ അവർക്കൊരു മതം, ഗണപതിയെ ഉപാസിക്കുന്നവർക്ക് ഗാണപത്യം അവർക്കൊരു മതം. ഇങ്ങനെ ഓരോരോ മതങ്ങളാക്കിയിട്ട് ഓരോരുത്തരും സ്വന്തം ദൈവങ്ങളുടെ പേരിൽ പറഞ്ഞ് തമ്മിൽ തല്ലിയൊരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ ധർമ്മത്തിൽ. അതിനെയൊക്കെ ഏകീകരിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം ഒന്നാണെന്ന് നമുക്ക് പറഞ്ഞു തന്ന വലിയൊരു ആചാര്യൻ ഉണ്ടായിരുന്നു, സാക്ഷാൽ ശ്രീ ശങ്കരാചാര്യർ.
ആ ശങ്കര ഭഗവത്പാദരുടെ വരവോട് കൂടിയിട്ടാണ് ഈ മതങ്ങളെയൊക്കെ തന്നെ ഏകീകരിച്ചുകൊണ്ട് ഇന്ന് നാം കാണുന്ന സനാതനധർമ്മത്തിൻ്റെ ആദ്യത്തെ രൂപം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഭഗവത്പാദർ ഇവിടെ ഇല്ലാന്നേ ഉള്ളൂ, ആ ആശയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെ തകർക്കാൻ തക്ക രീതിയിൽ മൂർത്തികളുടെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലുന്ന രീതിയിലേക്ക് പുതിയ ഭക്തി പ്രസ്ഥാനങ്ങളുടെ വരവോടുകൂടി നമ്മുടെ ആധ്യാത്മിക രംഗം മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. നോക്കൂ, ഇവിടെ ഇരുന്ന് മഹാവിഷ്ണുവിൻ്റെ നാമം ചൊല്ലിയാൽ, വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാൽ, ഭാഗവതം വായിച്ചാൽ ഭഗവാൻ ഇഷ്ടപ്പെടില്ല, ശിവൻ അത് താല്പര്യമില്ല എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് പേരുന്നുണ്ട്. ഓ, ഇത് ശിവക്ഷേത്രമല്ലേ, ഇവിടെ ചെയ്യേണ്ടത് ശിവനെ കുറിച്ചുള്ള അർച്ചനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, തീർച്ചയായിട്ടും അത് വേണം, അത് ചെയ്യണം. പക്ഷെ ഈ രണ്ടാമത് പറഞ്ഞ വാദം നിലനിൽക്കില്ല. ഏത്? മഹാവിഷ്ണുവിൻ്റെ കീർത്തനങ്ങൾ, മഹാവിഷ്ണുവിനെ കുറിച്ചിട്ടുള്ള പാട്ടുകൾ, അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ രൂപം വെച്ച് ആരാധിക്കുന്ന രീതി, ഇതൊന്നും ശിവക്ഷേത്രത്തിൽ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനോട് അനുകൂലിക്കാൻ നമുക്ക് സാധിക്കില്ല. പ്രത്യക്ഷത്തിൽ ഭഗവാൻ തന്നെ അത് കാണിച്ചു തന്നിട്ടുണ്ട്. ഭഗവാൻ മഹാദേവന് കുറേ പേരുകളുണ്ട്, നിങ്ങൾക്കറിയാം അല്ലേ? നമ്മൾ നീലകണ്ഠൻ എന്ന് വിളിക്കും, ചന്ദ്രചൂഡൻ എന്ന് വിളിക്കും, പിനാകിനെ എന്ന് വിളിക്കും, പശുപതി എന്ന് വിളിക്കും, മഹാദേവ എന്ന് വിളിക്കും, ഒരുപാട് പേര് വിളിക്കും. ഭഗവാനുള്ള ഏറ്റവും വിശേഷപ്പെട്ട ഒരു പേരാണ് ഭാഗവത പ്രിയനാണ് ഭഗവാൻ. ഭാഗവതം കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര കണ്ടിഷ്ടമുള്ള ഒരാൾ വേറല്ല. എന്തൊരു ഇഷ്ടമാണെന്നറിയോ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവൻ അമ്മ ശ്രീപാർവതി ചിലപ്പോൾ അസൂയോട് ചോദിക്കും ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ ഞാനാണോ ഗുരുവായൂരപ്പനാണോ അങ്ങക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഭഗവാൻ ചിരിക്കുള്ളൂ, ഉത്തരം പറയില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പാർവതി തെറ്റും. അത്ര ഇഷ്ടമാണ് ഭഗവാന്. നോക്കൂ, ഇതേ പൂന്താനത്തിൻ്റെ ഒരു കഥ പറഞ്ഞു കിട്ടും. പൂന്താനം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സപ്താഹത്തിന് പോയൊരു കഥയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അദ്ദേഹം കൊട്ടിയൂർ അമ്പലത്തിൽ ഭാഗവത സപ്താഹം നടത്താൻ വേണ്ടി പോയി. അങ്ങനെ അദ്ദേഹം പാരായണം തുടങ്ങി, ഓരോരോ സ്കന്ധങ്ങളായിട്ട് തീർന്നു തുടങ്ങി. ദശമസ്കന്ധെത്തി, ഭഗവാന്റെ കൃഷ്ണാവതാരം വർണ്ണിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലലീലകളൊക്കെ വർദ്ധിച്ചു. അത് കഴിഞ്ഞ് രുക്മിണി സ്വയംവരം വരെ പൂർത്തിയാക്കി. പിറ്റേ ദിവസം വായിക്കേണ്ട അധ്യായം ഭാഗവത്തിലെ ദശമസ്കന്ധത്തിൽ കർഹിജിത്ത് അധ്യായം എന്ന് പറഞ്ഞൊരു അധ്യായമാണ്. അതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവായൂരപ്പൻ കൃഷ്ണനും രുക്മിണിയും തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കുണ്ടാവുന്ന ഒരു രംഗമുണ്ട് ഭാഗവതത്തിൽ. അതാണ് ആ രംഗം. അപ്പോൾ പൂന്താനം അന്നേ ദിവസം വൈകുന്നേരം കർഹിജിത്ത് അധ്യായം വായിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ അവിടെ ഒരു മാർക്കർ, ഒരു ബുക്ക് മാർക്ക് വെച്ചു. അദ്ദേഹം വിശ്രമിക്കാനായിട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ വന്നു, ഗ്രന്ഥം തുറന്നു. രുക്മിണി സ്വയംവരത്തിന് തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ, അല്ലെങ്കിൽ കർഹിജിത്ത് അധ്യായത്തിന് തൊട്ട് മുമ്പുള്ള അധ്യായത്തിലാണ് മാർക്കർ ഇരിക്കുന്നത്. അപ്പം അദ്ദേഹം ആലോചിച്ചു, ഞാൻ ഇന്നലെ ഇത് വായിച്ചിട്ടല്ലേ നിർത്തിയത്, ഇതെങ്ങനെയാണ് ഈ സാധനം മാറ്റി വെച്ചത് ആരാണ്? ഇവിടെ ആരും വന്നിട്ടില്ല, ഞാൻ വെച്ച കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. എൻ്റെ ഓർമ്മപ്പശകായിരിക്കും എന്ന് വിചാരിച്ച് അന്നും അദ്ദേഹം തലേന്ന് വായിച്ചത് മുഴുവൻ വായിച്ചു. വൈകുന്നേരം എത്തിയപ്പോൾ കർഹിജിത്ത് അധ്യായമായി, അത് വായിച്ചു. സാധാരണത്തെ പോലെ മാർക്കർ വെച്ചു, അടച്ചു, തിരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ വന്നു, ഗ്രന്ഥം തുറന്നു. എന്തൊക്കെയാണോ ഇന്നലെ വായിച്ചത് അതേ സ്ഥലത്ത് വീണ്ടും മാർക്കർ ഇരിക്കുന്നു. ഇത്തവണ പൂന്താനത്തിനെ പറ്റിക്കാൻ പറ്റിയില്ല. ഓർമ്മയുണ്ടായിരുന്നു, അവിടെ ഒരു കുട്ടി, ഒരു ഗിണ്ടപ്പൻ കുട്ടി, കുറച്ചൊക്കെ എൻ്റെ ഒക്കെ അത്ര തടികളുടെ കുട്ടി, ഒരു കുഞ്ഞു കുട്ടി. ആ കുട്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അത്ര. ആ കുട്ടിയോട് ചോദിച്ചു, മോനെ ഞാൻ ഇന്നലെ ഇതുവരെ വായിച്ചിട്ടാണ് ഈ മാർക്കർ, ഈ പുസ്തകത്തിൻ്റെ ഏട് ഇങ്ങോട്ട് തിരിച്ചു വെച്ചത്. ഞാൻ ഇന്ന് രാവിലെ വരുമ്പോൾ ഇത് വീണ്ടും പഴയതുപോലെ വെച്ചിട്ടുണ്ട്. നീയാണോ ഇത് വെച്ചത്, അതോ വെച്ച ആളെ നിനക്കറിയൂ? അതാണ് ചോദ്യം. കുട്ടി പറഞ്ഞത്ര, എന്താണ് പൂന്താനം മാമ പറയണത്? ഇതൊന്നും ഇന്നലെ വായിച്ചിട്ടില്ല, ഇന്ന് മുതൽ വായിക്കേണ്ടിടത്ത് തന്നെയാണ് ആ സാധനം ഇരിക്കുന്നത്, ഇതന്നെ വായിക്കേണ്ടതെന്ന് പറഞ്ഞു. പാവം പൂന്താനം ആ കുട്ടി ഇത്ര ആധികാരികമായിട്ട് പറയുന്നതുകൊണ്ട് കുട്ടിയാണ്, അതിന് നല്ല ഓർമ്മയുണ്ട്. ആ കുട്ടി പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ച് അന്നും ഇതൊക്കെ വായിച്ചു. കർഹിജിത്ത് അധ്യായം എത്തി, വൈകുന്നേരം ആയപ്പോൾ അടച്ചു വെച്ചു, പോയി. പിറ്റേന്ന് രാവിലെ വന്നു. പിറ്റേന്ന് വന്നപ്പോഴും ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഭാഗത്താണ് ബുക്ക് മാർക്ക് ഇരിക്കുന്നത്. പൂന്താനത്തിന് മനസ്സിലായി, എന്നെ പറ്റിക്കുകയാണ്, ഇനി ഇതിന് നിന്നു കൊടുക്കാൻ എന്നെ കിട്ടില്ല. കുട്ടിയും കാണാനില്ല, ആരെയും കാണാനില്ല, ചോദിക്കാമെന്ന് വെച്ചാലും. പൂന്താനം പറഞ്ഞു, എന്നെ പറ്റിക്കുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കില്ല. ആരോ ഒരാൾ ഞാൻ അറിയാതെ എൻ്റെ ഗ്രന്ഥത്തിൻ്റെ മാർക്കർ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്.
ആരായാലും ഇത് എന്നോട് ചെയ്തത് വലിയ തെറ്റാണ്, ഞാൻ 4 തവണയായി ഒരേ സാധനം വായിക്കുന്നു, അതുകൊണ്ട് എന്നെ പറ്റിക്കുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് ഭാഗവതം വായന നിർത്തിയിട്ട് പോയി. കൊട്ടിയൂർ ആരാ പ്രതിഷ്ഠ? ശിവനാണ്. ഓ, അറിയാം. എങ്ങനെയുള്ള ശിവൻ? ദക്ഷയാഗത്തിലും കഴിഞ്ഞ് നിൽക്കുന്ന ശിവനാണ് അല്ലേ? അത്ര കണ്ട് രൗദ്രരൂപത്തിലുള്ള ഭഗവാൻ. അങ്ങനെ പൂന്താനം ഈ പകുതിക്ക് വെച്ച് ഭാഗവതം ഇട്ടിട്ട് അദ്ദേഹം പോയി. അങ്ങാടിപ്പുറത്തേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ എപ്പോഴോ സഞ്ചി തപ്പി നോക്കി, കനം കാണുന്നില്ല. ഭാഗവതം മറന്നുപോയി അമ്പലത്തിൽ വെച്ചിട്ട്. അന്നത്തെ പോലെ ഇവിടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറിൽ പോയിട്ട് ശ്രീമദ് ഭാഗവതം 500 ദാ, ആ ഏർപ്പാട് അന്നത്തെ കാലത്ത് നടക്കില്ല. ഒരു ഗ്രന്ഥം കിട്ടണമെങ്കിൽ തപസ്സരിയണം. ഒരു ഗ്രന്ഥം കിട്ടണമെന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ഗ്രന്ഥം അത്ര പവിത്രമായിട്ട് നോക്കുക. ഇവിടെ ആചാര്യന്മാർ നോക്കുക എത്ര ഭംഗിയായിട്ട്, പ്രത്യക്ഷ സ്വരൂപമാണ് ഭഗവാന്റെ. അങ്ങനെ നോക്കേണ്ട ഗ്രന്ഥ അതാ മറന്നു വെച്ചേ പൂന്താനം. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരെണ്ണം ജീവിതത്തിൽ കിട്ടുമെന്ന് അറിയില്ല. കാരണം ഇത്രയും കാലമായിട്ട് ലോകത്തുള്ള മുഴുവൻ ദിവ്യസ്ഥാനങ്ങളിലും സപ്താഹം നടത്തിയിട്ടുള്ളത് ആ ഗ്രന്ഥം ഉപയോഗിച്ചിട്ടാണ്. ആ ഗ്രന്ഥം മറന്നു വെച്ചു. വേറൊന്ന് വാങ്ങാനുള്ള വകുപ്പില്ല. ആ ഗ്രന്ഥത്തോടുള്ള അറ്റാച്ച്മെന്റ് കൂടിയിട്ട് അദ്ദേഹം തീരുമാനിച്ചു, പോട്ടെ, വന്ന വഴിയൊക്കെ തിരിച്ചു പോവാം, ആ ഗ്രന്ഥം എടുത്തിട്ട് ഇല്ലത്തേക്ക് പോവാം. അങ്ങനെ വയ്യാത്ത പൂന്താനം വീണ്ടും വടിയൊക്കെ കുത്തി കൊട്ടിയൂർക്ക് തിരിച്ചു നടന്ന് അദ്ദേഹം ആ നമസ്കാര മണ്ഡപത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ കണ്ടൊരു കാഴ്ച എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. സാക്ഷാൽ ശ്രീ മഹാദേവൻ ഒരു ആവണപ്പലകയുടെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് മുമ്പിൽ പൂന്താനത്തിൻ്റെ ഗ്രന്ഥം വെച്ച് കർഹിജിത്ത് അധ്യായം വായിച്ച് കേൾപ്പിക്കുകയാണ്. തൊട്ട് മുമ്പിൽ സാക്ഷാൽ ഭഗവതി ശ്രീപാർവതി അത് കേട്ടുകൊണ്ടിരിക്കുന്നു. അമ്മയുടെ ഒക്കത്ത് നല്ല തടിച്ചൊരു കുട്ടി, ഒരു ഉണ്ണി ഗണപതി അത് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പൂന്താനം ഭഗവാനെ കണ്ടു, ഭഗവാൻ പൂന്താനത്തിനെ കണ്ടിട്ടില്ല എന്നാണ് വെപ്പ്. എന്നാലും പോട്ടെ, അങ്ങനെ വിശ്വസിക്കാം നമുക്ക്. പൂന്താനം മറഞ്ഞു നിന്നു ഭഗവാൻ എന്താണ് വായിക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. പൂന്താനം അങ്ങനെ നോക്കുന്ന സമയത്ത് ഭാഗവതത്തിലെ ആ പ്രശസ്തമായിട്ടുള്ള രുക്മിണി കൃഷ്ണന്മാരുടെ വഴക്ക് സാക്ഷാൽ ശ്രീ മഹാദേവൻ ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കുക അത്ര അമ്മേനെ. വായനയൊക്കെ കഴിഞ്ഞ് ഗ്രന്ഥം മടക്കിയിട്ട് ഭഗവാൻ, നിങ്ങളുടെ ഭഗവാൻ മഹാദേവൻ, ഈ തട്ടകത്തിലെ ഭഗവാൻ അമ്മയോട് ചോദിച്ചു അത്രേ, ഉമേ എങ്ങനെയുണ്ട് എൻ്റെ ഭാഗവതം വായന എന്ന് ചോദിച്ചു അത്രേ. അമ്മ ഉണ്ണി ഗണപതി ഒന്നുകൂടെ അങ്ങനെ മുറുക്കി പിടിച്ചിട്ട് പറഞ്ഞു അത്രേ, പൂന്താനം വായിക്കുന്ന അത്ര പോരാ പറഞ്ഞു എന്നാണ്. ഭഗവാൻ പറഞ്ഞു, എനിക്കും തോന്നി അങ്ങനെ തന്നെയാണ്. അപ്പം അമ്മ ചോദിച്ചു അത്ര, പാവം ഈ പൂന്താനത്തിൻ്റെ ഗ്രന്ഥം ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത് എന്തിനാണ്? അദ്ദേഹം പാവം അത് വായിച്ചിട്ട് പൊക്കൂടെ? അദ്ദേഹത്തിന് പാവം വയ്യാത്തതല്ലേ, വയസ്സായ ആളല്ലേ, എന്തിനാണ് ഇങ്ങനെ വായിപ്പിക്കുന്നത്? ഭഗവാൻ പറയാം, ഉമ്മേ എത്ര വായിച്ചിട്ടും അദ്ദേഹം വായിക്കുന്ന ആ ഭഗവാന്റെ കഥകൾ പറയുന്നത് കേട്ട് എനിക്ക് മതിയാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോ തവണയും ആ ഗ്രന്ഥം തിരിച്ച് വെച്ചുകൊണ്ടേയിരുന്നിരുന്നത്. അദ്ദേഹം എന്തായാലും ഈ ഭാഗവതം എടുക്കാൻ വേണ്ടി ഇവിടെ വരുമല്ലോ, അപ്പോൾ അദ്ദേഹത്തോട് പറയാമെന്ന് കരുതിയിട്ടാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് ആര് നിൽക്കുന്നുണ്ട്? പൂന്താനം. നോക്കൂ, ദക്ഷിണാമൂർത്തിയാണ് ഭഗവാൻ മഹാദേവൻ. ഏതറിവും ഭഗവാന്റെ അടുത്തു നിന്നാണ് തുടങ്ങുന്നത്. ലോകത്തിൻ്റെ മുഴുവൻ ഒരു ഗുരുനാഥനുണ്ടെങ്കിൽ അത് മഹാദേവനാണ്. സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമ എന്നാണ് പറയുക. ശിവൻ തുടങ്ങിയിട്ടാണ് ഗുരുക്കന്മാരുടെ പരമ്പര തുടങ്ങുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ മുഴുവൻ ഗുരുവായിരിക്കുന്ന ഭഗവാനാണ് ആരെ സർട്ടിഫൈ ചെയ്യുന്നത്? പൂന്താനത്തിനെ സർട്ടിഫൈ ചെയ്യുന്നത്. എന്ത്? ഞാൻ വായിച്ചാൽ പോലും പൂന്താനം വായിക്കുന്ന അത്ര പോരാ. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഭഗവാന് ഇഷ്ടക്കേടുണ്ടോ ഭാഗവതം വായിക്കുന്നതിൽ? ഒരിക്കലും ഇല്ല. ആ ഗ്രന്ഥം അവിടെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. പൂന്താനത്തിന് ഗ്രന്ഥം കിട്ടിയില്ല എന്നും തിരിച്ച് വടക്കുന്നാഥനിൽ കൂത്തമ്പലത്തിൻ്റെ മുകളിൽ ഇറയത്ത് നോക്കിയാൽ ആ ഗ്രന്ഥം ഉണ്ടാവുന്ന അശരീരി കേട്ടു എന്നാണ് കഥ പറയുന്നത്. തിരിച്ച് അദ്ദേഹം വടക്കുന്നാഥനിൽ എത്തി ആ കൂത്തമ്പലത്തിൻ്റെ ഇറയിൽ തപ്പി നോക്കിയപ്പോൾ പൂന്താനത്തിൻ്റെ കൊട്ടിയൂർ വെച്ച് മറന്ന ഭാഗവതം കിട്ടിയത്രേ. അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞ കഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സാക്ഷാൽ ശ്രീ മഹാദേവൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ കഥകളാണ്. ഭഗവാൻ പറയുന്നത് എന്താ? എനിക്ക് ചൈതന്യമൊന്നും വേണ്ട, എനിക്കൊരു ആരോഗ്യം വേണ്ട, എനിക്കെൻ്റെ കണ്ണൻ്റെ കഥകൾ കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളാണ് ഭഗവാൻ. ആ ഭഗവാന് ഗുരുവായൂരപ്പനാണോ വലുത്, താനാണോ വലുതെന്നുള്ള ഭേദഭാവം ഉണ്ടോ? ഒരിക്കലുമില്ല. തിരിച്ചോ? ഞങ്ങളും പറയണമല്ലോ, ഒരു സൈഡ് മാത്രം പറഞ്ഞു പോകുന്നത് ശരിയല്ല.
കൃഷ്ണന് തോന്നുന്നുണ്ടോ ഞാനാണ് വലുത്, മഹാദേവൻ എന്നേക്കാൾ ചെറുതാണ്? അങ്ങനെ കരുതിയിട്ടുണ്ടോ ഭഗവാൻ എപ്പോഴെങ്കിലും? ഒരിക്കലുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറ്റവും അധികം എൻ്റെ മനസ്സിനകത്ത് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു രൂപം ഗുരുവായൂരപ്പൻ്റെതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അറിയുമായിരിക്കും. ചിലപ്പോൾ ഗുരുവായൂരപ്പൻ കഴിഞ്ഞുള്ളൂ എനിക്കെന്തും. ഈവൻ നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഒരാപത്ത് വരുമ്പോൾ, ഒരു വിഷമം വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ, ഒരു പ്രയാസം മനസ്സിലുണ്ടാവുമ്പോൾ, പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു അടി കിട്ടുമ്പോൾ അറിയാതെ എൻ്റെ അമ്മയെന്നോ എൻ്റെ ഗുരുവായൂരപ്പാന്നോ വിളിക്കുന്ന എത്രയോ ആൾക്കാർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതാവെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇല്ലേ? ഒരു വിഷമം വരുമ്പോൾ എൻ്റെ അമ്മയെ നമ്മൾ വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ ഗുരുവായൂരപ്പാ എന്ന് നമ്മൾ വിളിക്കും നീട്ടിയിട്ട്. ഒറ്റ വിളി വേണ്ടു. അങ്ങനെ നിങ്ങൾ വിളിക്കാറുണ്ടോ? വിളിക്കാറില്ലേ? വിളിക്കാറുണ്ട്.